അതിർത്തിയിൽ എക്കാലത്തും പ്രകോപനം സൃഷ്ടിക്കുന്ന ചൈന പെട്ടെന്ന് നിലപാട് മാറ്റിയാൽ അതിനർത്ഥം എന്താണ്? ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നയതന്ത്ര കരുത്തിന് മുന്നിൽ ലോകത്തിലെ വൻ ശക്തികൾക്ക് പോലും മുട്ടുമടക്കേണ്ടി വരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയും ചൈനയും ശത്രുക്കളല്ല, മറിച്ച് സഹകരണ പങ്കാളികളാണ് എന്ന ചൈനയുടെ പുതിയ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. റഷ്യയ്ക്ക് പിന്നാലെ ചൈനയും ഇന്ത്യയെ പുകഴ്ത്തി രംഗത്ത് വരുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് വിശ്വഗുരുവായി മാറുന്ന ഇന്ത്യയുടെ പുതിയ കരുത്തിലേക്കാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യയും ചൈനയും പരസ്പരം ഭീഷണിയല്ലെന്നും ഇരു രാജ്യങ്ങളും എതിരാളികളായി കാണുന്നതിന് പകരം സഹകരണ പങ്കാളികളായി കാണണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ വ്യക്തമാക്കി. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തുന്ന ശ്രമങ്ങളെ പുതിൻ ദിവസങ്ങൾക്ക് മുൻപ് വാനോളം പ്രശംസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയും ഇപ്പോൾ ഇന്ത്യയെ ഔദ്യോഗികമായി സഹകരണ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയോട് ഇത്ര സ്നേഹം തോന്നിയത്? ഈ മധുര വാക്കുകൾക്ക് പിന്നിൽ ഇന്ത്യയുടെ കർശനമായ നിലപാടുകളുടെ വിജയം തന്നെയാണ്. ലഡാക്ക് അതിർത്തിയിൽ LAC അവിടെ ഇന്ത്യ കാണിച്ച വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക വിന്യാസവും ആഗോളതലത്തിൽ ഇന്ത്യയുടെ കുതിപ്പും ചൈനയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചൈനയെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോൾ കരുത്തുറ്റ ഇന്ത്യയെ ഒരു ശത്രുവായി നിലനിർത്താൻ അവർക്ക് കഴിയില്ല. ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ അത് തങ്ങളുടെ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ചൈന തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ഈ പുതിയ സൗഹൃദ സംസാരം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇന്ത്യ ചൈന ബന്ധത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ, അതായത് അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് റഷ്യയും ചൈനയും ഇന്ത്യയും ഒരേ സ്വരത്തിൽ പറയുന്നു. റഷ്യ, ഇന്ത്യ, ചൈന RIC ത്രികക്ഷി ബന്ധം ശക്തമാക്കാനും ചൈന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ എക്കാലത്തും അന്ധമായി പിന്തുണച്ചിരുന്ന ചൈന ഇപ്പോൾ ഇന്ത്യയുമായി ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാനെ ഉപദേശിക്കുന്നതും നമ്മൾ കാണണം. ഉപരോധങ്ങളെ അതിജീവിക്കാൻ റഷ്യയ്ക്കും അമേരിക്കയെ നേരിടാൻ ചൈനയ്ക്കും ഇന്ന് ഇന്ത്യയുടെ സഹായം അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു. ചുരുക്കത്തിൽ ലോകക്രമം പാടെ മാറുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. എന്നാൽ ചൈനയുടെ ഈ മധുര വാക്കുകളിൽ മയങ്ങുന്നവരല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയെ എക്കാലത്തും ഒരു ജൂനിയർ പാർട്ണറായി മാത്രം കണ്ടിരുന്നവർ ഇന്ന് ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങാൻ നിർബന്ധിതരാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യത്തിന്റെ കരുത്തിനും ശക്തമായിട്ടുള്ള വിദേശ നയത്തിനും മുന്നിൽ മാത്രമേ ലോകം തലകുനിക്കൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ന്യൂസ് ഡെസ്ക് മലയാളം.